ഖാൻ. ഏവർക്കും കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അതിൽ 75 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്നും, ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസുമാണ് ആൻസർ ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ്. സോ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ മികച്ച സ്കോർ കണ്ടെത്തണമെങ്കിൽ +1, +2 സിലബസ് നിങ്ങൾ തറവായി പഠിക്കേണ്ടതുണ്ട്. ഓൾറെഡി നിങ്ങളത് പഠിച്ചതാണ് എങ്കിലും അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കംപ്ലീറ്റ് പോർഷനും പഠിക്കുക. അത് പഠിക്കുന്നതിന് സഹായകരമായ രീതിയിൽ +1, +2 സിലബസുകൾ ക്രമീകരിച്ച് പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. അത് കണ്ട് +1ലെയും +2ലെയും സിലബസ് തറവായി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ +1, +2 ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ചില പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഒരു വീഡിയോയിൽ കൂടെ സൂചിപ്പിച്ചു. ആ പോർഷൻസ് കളക്ട് ചെയ്ത് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതും നിങ്ങൾ പഠിക്കുക. ഇന്ന് ജനറൽ ഇക്വേഷൻ ഓഫ് പരാബോള ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ പോർഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാൽ കീം എൻട്രൻസ് എക്സാമിനേഷന് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ജനറൽ ഇക്വേഷൻ ഓഫ് പരാബോള പഠിക്കണമെങ്കിൽ ആദ്യം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള പഠിക്കണം. അത് നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണുള്ളത്. y² = 4ax, y² = -4ax, x² = 4ay, x² = -4ay. ഈ 4 പരാബോളയുടെ വെർട്ടെക്സ് ഒറിജിനാണ് 0, 0. അത് മാത്രമാണ് നമുക്ക് +1ൽ പഠിക്കുവാനുള്ളത്. എന്നാൽ എൻട്രൻസ് എക്സാമിനേഷന് വെർട്ടെക്സ് ഒറിജിൻ അല്ലാത്ത ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതായത് ജനറൽ ഫോം തന്നിട്ട് പരാബോളയുടെ വെർട്ടെക്സ്, ഫോക്കസ്, ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം തുടങ്ങിയ കാണുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം +1ലെ പരാബോള എന്ന പോർഷൻ തറവായി പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് ഫോക്കസ് ആൻഡ് വെർട്ടെക്സ് ഓഫ് ദ പരാബോള y² + 4y - 8x + 20 = 0. എൻട്രൻസ് എക്സാമിനേഷന് ഫോക്കസ് ഓഫ് ദ പരാബോള ദിസ് വൺ ഈസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് 5 ഓപ്ഷൻസ് നൽകിയിരിക്കും. ആ ഓപ്ഷൻസിൽ നിന്നാണ് കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇവിടെ കംപ്ലീറ്റ് പോർഷന് നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി 2 ക്വസ്റ്റ്യൻ കണക്ട് ചെയ്താണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇത് ഒരു പരാബോളയാണ്. ഈ പരാബോളയുടെ ഫോക്കസും വെർട്ടെക്സും കാണണം. നമുക്കറിയാം പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y² = 4ax ആണെങ്കിൽ ഈ ഷേപ്പ് C ഷേപ്പ്, y² = -4ax ആണെങ്കിൽ ഇതിന്റെ മിറർ ഷേപ്പ് അല്ലെ, ഇതാ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ആ 2 ഷേപ്പും നിങ്ങൾക്കറിയാം. ഈ പരാബോളയുടെ ഫോക്കസ് a, 0, വെർട്ടെക്സ് 0, 0, ഇക്വേഷൻ ഓഫ് ആക്സിസ് y = 0, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x = -a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഫോമിലാണെങ്കിൽ ഫോക്കസും വെർട്ടെക്സും വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. എന്നാൽ ഇവിടെ ജനറൽ ഇക്വേഷൻ ഓഫ് എ പരാബോളയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ സെക്കൻഡ് ഡിഗ്രി ടേം y², അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. y-യുടെ ടേം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. റിമൈനിങ് ടേംസ് റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ y² + 4y ലെഫ്റ്റ് സൈഡിൽ എടുത്തു. ഇത് റൈറ്റ് സൈഡിൽ 8x - 20. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിന് വേണ്ടി y-യുടെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് എടുക്കുക. 4ന്റെ പകുതി 2. അതിന്റെ സ്ക്വയർ എന്താണ് കിട്ടുന്നത്? 4. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. എന്താണ് y-യുടെ കോഎഫിഷ്യന്റ് 4, അതിന്റെ ഹാഫ് അത്രയാണ് 2. അതിന്റെ സ്ക്വയർ എന്താണോ കിട്ടുന്നത് അത് ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. നൗ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എഴുതാനുള്ള ഷോർട്ട് കട്ടൊക്കെ നമ്മൾ +2ൽ പഠിച്ചിട്ടുണ്ട്. y²ന്റെ റൂട്ട് y, ഇവിടുത്തെ സൈൻ പ്ലസ്, അതുപോലെ ഈ 4ന്റെ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് y + 2 ദ ഹോൾ സ്ക്വയർ ആണ് മേളിൽ ഇരിക്കുന്നത്. ഈക്വൽ ടു ഇവിടെ ഇത് 8x - 16 എന്ന് കിട്ടും. 8 പുറത്തെടുത്താൽ 8 × x - 2. ഇവിടെ y + 2ന് ക്യാപിറ്റൽ Y എന്നും x - 2ന് ക്യാപിറ്റൽ X എന്നും കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറും. y² = 8x അല്ലേ, നമ്മൾ പഠിച്ച +1ൽ പഠിച്ച സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോളയായി. y² = 4ax എന്ന ഫോർമാറ്റിലാണ് ഈ ഇക്വേഷൻ ഇരിക്കുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 4a എന്ന് പറയുന്നത് 8 ആണ്, a എന്ന് പറയുന്നത് എന്താണ്? 2. So y² = 4ax എന്ന പരാബോളയുടെ ഫോക്കസ് a, 0. So ഫോക്കസ് a, 0. ഫോക്കസ് = a എന്ന് പറഞ്ഞാൽ 2, 0. ഇത് ഈ റെഡ്യൂസ്ഡ് ഫോമിന്റെ ഫോക്കസ് ആണ്.
നമുക്ക് ഗിവൺ പരാബോളയുടെ ഫോക്കസ് കാണണം. അതിനുവേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. അതായത് ഇവിടുത്തെ ക്യാപിറ്റൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? x-2. അതായത് ഈ 2 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണല്ലോ. അത് ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ക്യാപിറ്റൽ എക്സ് കോമ വൈ. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ x-2 കോമ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ y+2. അതായത് ക്യാപിറ്റൽ എക്സിന്റെയും ക്യാപിറ്റൽ വൈയുടെയും വാല്യൂ ആണ് 2ഉം 0. അപ്പൊ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? x-2. അത് 2വിന് ഇക്വേറ്റ് ചെയ്യുക. x-2 ഈക്വൽ ടു 2. അതായത് തമ്മിൽ ഈക്വൽ അല്ലേ? അപ്പൊ x-2 ഈക്വൽ ടു 2. അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടി? 4. അടുത്ത y+2 ഈക്വൽ ടു 0. അപ്പൊ y ഈക്വൽ ടു എന്ത് കിട്ടി? -2. വിച്ച് ഈസ് ദ ഫോക്കസ് ഓഫ് ദ ഗിവൺ പരാബോള. തന്നിട്ടുള്ള പരാബോളയുടെ ഫോക്കസ് കിട്ടി. വെർട്ടെക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് പരാബോളയിൽ 0 0. ഇവിടെ 0 0. ഇവിടെ ഈ 0 ആർക്കിക്കേറ്റ് ചെയ്യണം ഈ x-2ന്. സോ x-2 ഈക്വൽ ടു 0. x ഈക്വൽ ടു എന്ത് കിട്ടി? 2. അടുത്ത y+2 ഈക്വൽ ടു 0. y ഈക്വൽ ടു എന്ത് കിട്ടി? -2. സോ 2, -2 ഈസ് ദ വെർട്ടെക്സ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ. Next question. Find equation of the parabola with the focus 3,1 and vertex 5,1 and symmetric about the x-axis. ഇവിടെ പരാബോളയുടെ വെർട്ടെക്സ് ശ്രദ്ധിക്കുക, 0 0 അല്ല. 0 0 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, നമ്മൾ +1 പഠിച്ചതാണ്. ഇവിടെ 0 0 അല്ല. അപ്പോൾ വെർട്ടെക്സ് റഫായിട്ടൊന്ന് നമുക്ക് ട്രേസ് ചെയ്യാം. എക്സ് ഇതാണ് 5,1. എക്സ് ആക്സിസിൽ 5, y ആക്സിൽ 1. 5,1 ഇവിടെ വന്ന് വെർട്ടെക്സ്. ഫോക്കസ് എന്ന് പറയുന്നത് 3,1. എക്സ് ആക്സിൽ 3 അല്ലേ? അപ്പോൾ ഫോക്കസ് എപ്പോഴും നമ്മുടെ ഈ കർവിനകത്തായിരിക്കും. അപ്പോൾ ഈ ഷേപ്പ് വരുമോ? സി ഷേപ്പ് വരുമോ? ഇല്ല, ഈ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഷേപ്പ് ആണെങ്കിൽ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? y² ഈക്വൽ ടു -4ax എന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ പരാബോള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ y² ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഷേപ്പ് ആയതുകൊണ്ട് -4ax. ഇനി നമുക്ക് വെർട്ടെക്സ് 5,1. വെർട്ടെക്സ് 5,1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്ലേസിൽ x-5ഉം വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? y-1. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? വൈയുടെ പ്ലേസിൽ y-1, എക്സിന്റെ പ്ലേസിൽ x-5. അപ്പൊ y-1 the whole square ഈക്വൽ ടു -4a into x-5 എന്ന് കിട്ടും. ഇനി എയുടെ വാല്യൂ കാണണം. എയുടെ വാല്യൂ കാണാൻ നിങ്ങൾക്കറിയാം വെർട്ടെക്സും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് എ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇത് വെർട്ടെക്സും ഇവിടെ ഫോക്കസും വന്നാൽ ആ ഡിസ്റ്റൻസിലെ എ. അപ്പോൾ വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എ. അപ്പോൾ എഫ് എന്ന് പറയുന്ന പോയിന്റ് ഫോക്കസ് 3,1, വെർട്ടെക്സ് നമുക്കറിയാം 5,1. അപ്പോൾ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടെക്സ് ആൻഡ് ഫോക്കസ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുക. റൂട്ട് ഓഫ് x2 - x1 the whole square, 5 - 3 the whole square plus y2 - y1 the whole square, 1 - 1 the whole square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ -8 into ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ x-5. അതായത് y² ഈക്വൽ ടു -4x ആണ് പരാബോളയുടെ ഇക്വേഷൻ. അതിൽ വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? y-1. ക്യാപിറ്റൽ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? x-5. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ പരാബോള കിട്ടി. ഇതെന്താണ്? ജനറൽ ഇക്വേഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യന് സമാനമായി നമ്മൾ ചെയ്യുകയാണ്. ഫൈൻഡ് വെർട്ടെക്സ് ഓഫ് ദ പരാബോള y ഈക്വൽ ടു 2x² - 12x + 26. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ടേം വരുന്നത് എക്സിനാണ്. അപ്പോൾ എക്സിന്റെ ടേം ഒരു സൈഡ് വെക്കുക, റിമൈനിങ് ടേം ഒരു സൈഡ് കൊണ്ടുവരിക. സോ ഇവിടെ എന്താ ഉള്ളത്? y ഈക്വൽ ടു, ഇവിടെ കംപ്ലീറ്റ് ഇതിൽ നിന്നൊരു 2 കോമൺ ആയിട്ട് എടുക്കാം. 2 കോമൺ ആയിട്ട് എടുത്ത് അതാണ് ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. y/2 ഈക്വൽ ടു x² - 6x + 13. അല്ലെ? ഒരു 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്തു. ഇനി y/2 ഈ +13 ഇപ്പുറത്ത് വരുമ്പോൾ -13 ഈക്വൽ ടു ആദ്യത്തെ 2 ടേം അതുപോലെ എഴുതി. എക്സിന്റെ കോഎഫിഷ്യന്റ് 6, അതിന്റെ ഹാഫ് 3, അതിന്റെ സ്ക്വയർ 9 ആഡ് ചെയ്തു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. ഇനി എന്താണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്? x² റൂട്ട് എക്സ്, അടുത്ത സൈൻ മൈനസ്, 9ന്റെ റൂട്ടും 3. സോ x-3 the whole square എന്ന് എഴുതാം. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y/2 -4, ഇതിൽ നിന്നൊരു 1/2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ y-8 എന്ന് കിട്ടും. അതായത് 1/2 into y-8 ഈക്വൽ ടു എന്താണ്? x-3 the whole square. ഇത് ഏത് പരാബോളയാണ്? x-3ക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് കൊടുത്താൽ ക്യാപിറ്റൽ x² ഈക്വൽ ടു 4ay. x² ഈക്വൽ ടു 4ay എന്ന് പറയുന്നത് യു ഷേപ്പ് പരാബോള. അതിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ x² ഈക്വൽ ടു 4ay. ഇവിടെ 4a എന്ന് പറയുന്നത് 1/2. അപ്പോൾ a എന്ന് പറയുന്നത് എന്താണ്? 1/8 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇനി വെർട്ടെക്സ് എന്തായിരിക്കും? അത് വളരെ സിമ്പിൾ ആണ്. x - 3 = 0. അപ്പോൾ x = 3. പുതിയ വെർട്ടെക്സിന്റെ x കോർഡിനേറ്റ് 3. y - 8 = 0. y എന്താണ് 8. സോ വെർട്ടെക്സ് 3,8. ഇത് = 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ x കോർഡിനേറ്റ് കിട്ടും. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് കിട്ടി, വെർട്ടെക്സ് കിട്ടി. ഇനി ഫോക്കസ് കാണണമെങ്കിലോ അതിവിടെ ചോദിച്ചിട്ടില്ല, അതുകൂടെ ഡിസ്കസ് ചെയ്യാം. ഫോക്കസ് കാണുന്ന ഫോർമുല 0,a അല്ലേ? ഫോക്കസ് കാണുന്ന ഫോർമുല 0,a. ഇവിടെ 0 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ x കോർഡിനേറ്റ്, ഇത് x - 3. അപ്പോൾ x - 3 = 0. അപ്പോൾ x എന്ത് കിട്ടി? 3. അടുത്ത a എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/8 അല്ലേ? ഈ 1/8 y കോർഡിനേറ്റ് എന്നാണ് y - 8. y - 8 എന്ന് പറയുന്നത് 1/8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y = 65/8. സോ ഫോക്കസ് 3,65/8 എന്ന് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യന് സമാനമായ മറ്റൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ പരാബോള ഹൂസ് ഫോക്കസ് 0,2 ആൻഡ് വെർട്ടെക്സ് 0,4. ഇത്തരത്തിൽ ഒരു ഫോക്കസും വെർട്ടെക്സും തന്ന പരാബോളയുടെ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. വെർട്ടെക്സ് 0,α, ഫോക്കസ് 0,β ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ പരാബോള കാണുന്ന ഫോർമുല x² = 4 × β - α × y - α. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ബീറ്റ എന്ന് പറയുന്നത് 2 ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ വെർട്ടെക്സ് α,0, ഫോക്കസ് β,0 എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ പരാബോള y² = 4 × β - α × x - α. ഈ ഷോർട്ട് കട്ട് പഠിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. Next question, find equation of the lattice rectum of the parabola x² = 12y. Comparing with the standard form, x² = 4ay, 4a 12, a = 3. Equation of lattice rectum കാണുന്ന ഫോർമുല y = a. ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ലൈൻ അല്ലേ? ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? x ആക്സിന് പാരലൽ. അപ്പോൾ y = ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് a ആണ്. സോ y = a. y = എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. Finally, next question. Find equation of the directrix of the parabola y² + 6x - 2y + 13 = 0. നേരത്തെ ചെയ്തതുപോലെ y യുടെ ടേം y² സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് ഒരു സൈഡ് വെച്ചിരിക്കുക, റിമൈനിങ് റൈറ്റ് സൈഡ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y - 1² = ഇത് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ y² = -6x എന്ന് കിട്ടും. സോ 4a എന്ന് പറയുന്ന 6, a = 3/2. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണുന്ന ഫോർമുല ഇത് y² = -4x ആണെങ്കിൽ x = a. അപ്പോൾ ക്യാപിറ്റൽ x എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? x + 2. x + 2 = a. a എന്താണ്? 3/2. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x + 4 = എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ലൈൻ 3x - 4y + 5 = 0 is a tangent to the parabola y² = 4ax, then a is dash. y = mx + c is a tangent to the parabola y² = 4x, then c = a/m. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഇതും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. സോ നമ്മുടെ ഗിവൺ ഇക്വേഷൻ, ലൈനിന്റെ ഇക്വേഷൻ, ടാൻജന്റിന്റെ ഇക്വേഷൻ y = mx + c എന്ന ഫോമിൽ എഴുതുക. എക്സിന്റെ കോഎഫിഷ്യന്റ് അതാണ് m എന്ന് പറയുന്നത്. സോ ഹിയർ m എന്താണ്? 3/4. c എന്ന് പറയുന്നത് 5/4. എങ്കിൽ നമുക്കറിയാം c = a/m. c എന്താണ്? 5/4 = a/m. a എന്ന് പറയുന്നത് പരാബോള ഈ a തന്നെയാണ്, അത് അതുപോലെ എഴുതി. അടുത്ത് a/m, m എന്ന് പറയുന്നത് 3/4. സോ a/3/4, ആ 4 ന്യൂമറേറ്ററിൽ പോയി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a = എന്ത് കിട്ടും? 15/16. ഇത്തരത്തിൽ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതും നമ്മുടെ കീം എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിനിമം ഈ വർഷവും ചോദിക്കും. തീർച്ചയായും ഇത് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് പ്രോബ്ലംസ് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ട് പരാബോളയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ ജനറൽ ഇക്വേഷൻ ഓഫ് എലിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.